ഓണം പലവ്യഞ്ജന വിപണിയിൽ സർക്കാരിന്റെ കീഴിലുള്ള സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് കേന്ദ്രങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത് വലിയ ആശ്വാസമാണ്. ഓണത്തിന് അവശ്യ സാധനങ്ങൾ പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ആണ് ഇവിടെ ലഭിക്കുന്നത്. ഓണത്തിന് ഒരു കുടുംബത്തിന് ആവശ്യമായ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത 11 ഇനങ്ങൾക്ക് പൊതുവിപണിയിലും സർക്കാരിന്റെ കീഴിലുള്ള ഈ സംരംഭങ്ങളിലും ഉള്ള വില വ്യത്യാസം 300 രൂപയോളം ആണ്. വെറുതെ പറയുകയല്ല, കൃത്യമായി ഓരോ ഇടത്തും ചെന്ന് മനസ്സിലാക്കിയതാണ് ഈ വില വ്യത്യാസം. പ്രാദേശികമായി ഓരോ ദിവസത്തെയും മാർക്കറ്റിന് അനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. മലപ്പുറത്ത് നിന്നും CV അനുമോദിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഓണക്കാലമാണ്. അവശ്യ വസ്തുക്കളുടെ വിലവർധനവ് സർക്കാർ നിയന്ത്രിക്കുന്നുവെന്നാണ് അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് പൊതുവിപണിയിലെയും സർക്കാർ സംവിധാനങ്ങളിലെയും അവശ്യ വസ്തുക്കളുടെ വില വ്യത്യാസമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഒരു 6 അംഗ കുടുംബത്തിന് ശരാശരി ഒരു ഓണസദ്യ ഒരുക്കാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറുവ അരി 5 കിലോയും അതേപോലെ പച്ചരി 1 കിലോ അങ്ങനെ തുടങ്ങി ഒരു 11 ഇനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ വില പൊതുവിപണിയിലെയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളായ സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് എന്നിവിടങ്ങളിലും വില എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നതാണ് അന്വേഷിക്കുന്നത്. നമ്മൾ മലപ്പുറത്തെ ഒരു മൊത്ത പലചരക്ക് കടയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടുത്തെ വില എത്ര ഉണ്ടെന്ന് ആദ്യം നമുക്ക് അന്വേഷിച്ച് നോക്കാം. 1343 രൂപയാണ് നമ്മൾ ഈ സാധനങ്ങൾക്കെല്ലാം കൂടി ഇവിടുന്ന് പൊതുവിപണിയിൽ നമുക്ക് വേണ്ടി വരിക. അരി കുറുവ 42 രൂപയാണ്, പച്ചരി 37 പരിപ്പ് 126 പയർ 90 രൂപയാണ്, ഉഴുന്ന് 116 ഉലുവ 108 രൂപയാണ്, ശർക്കര 56, അതേപോലെ പഞ്ചസാര 45 രൂപ, വെളിച്ചെണ്ണ കേരയാണ് നമ്മൾ ചോദിച്ചത്, അതിന് 510 രൂപയാണ് ലിറ്റർ വില, പായസക്കിറ്റ് 75, പപ്പടം 28, അങ്ങനെ 1343 രൂപയാണ്. അതിൽ വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി കേര അല്ലാതായിരുന്നാൽ കുറച്ച് വില കുറയും. നമുക്ക് മറ്റ് 1-2 കടകളിലൂടെ പോവാം. മലപ്പുറത്തെ മറ്റൊരു കടയിലാണ് നമ്മളുള്ളത്. ഇവിടെ മൊത്തമായിട്ടും ചില്ലറയായിട്ടൊക്കെ സാധനങ്ങൾ വിൽക്കും. ഇതൊരു ശരാശരി എത്ര വരും, ഓരോന്നിൻ്റെയും വിലയും എത്ര രൂപ വരുന്നും കൂടി ഒന്ന് എഴുതരാമോ? 1250. വെളിച്ചെണ്ണ ഇവിടെ ആട്ടുന്നതുകൊണ്ടാണ് നമുക്ക് വില കുറച്ച് കുറവ് കിട്ടുന്നത് അല്ലേ? നമ്മൾ ചെയ്യുന്നത് ഈ വില കുറയാൻ സാധ്യതയുണ്ട്. ഈ ദിവസം വെളിച്ചെണ്ണ മാർക്കറ്റ് ഇനിയും കുറയാം. കഴിഞ്ഞ ഓണം കഴിഞ്ഞ സമയം മുതൽ വില വർധന തുടങ്ങിയതാണ്. പക്ഷെ വെളിച്ചെണ്ണ ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇവിടുത്തെ വിലയിൽ നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടത്. ഇവിടുത്തെ വെളിച്ചെണ്ണ വില 410 രൂപ. ഇവിടെ നാട്ടുന്നതായതുകൊണ്ട് ഇവർ പറയുന്നത് വില കുറവാണ് എന്നുള്ളതാണ്. 410 രൂപയാണ് ലിറ്ററിന് ഇവിടെ ഉള്ളത്. അങ്ങനെ കണക്കാക്കുമ്പോൾ 1255 രൂപയാണ് ഇവിടെ നമുക്ക് ഈ ഒരു പട്ടിക പ്രകാരം, ലിസ്റ്റ് പ്രകാരം സാധനങ്ങളുടെ വില. മലപ്പുറത്തെ സപ്ലൈകോ സ്റ്റോറിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ. ഇവിടെ സർക്കാരിൻ്റെ സബ്സിഡിയൊക്കെ എല്ലാത്തിനും പ്രഖ്യാപിച്ചതുകൊണ്ട് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം. അത്യാവശ്യം എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. റാക്കുകളൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ചേച്ചി, ഇതിൻ്റെ ഇത്രയും സാധനങ്ങളെ വിലയൊന്ന് എഴുതിത്തരാമോ? ഇവിടെ സബ്സിഡി ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സബ്സിഡി ഉണ്ട്. റേഷൻ കാർഡ് പ്രകാരമുള്ള സബ്സിഡി ഉണ്ട്. അതുപ്രകാരം അരിക്ക് 33 രൂപയാണ് വില, പച്ചരിക്ക് 29 രൂപ, പരിപ്പിന് 93, വൻപയറിന് 70, ഉഴുന്നിന് 90, ഉലുവയ്ക്ക് 85 രൂപ. ശർക്കര പല നിലവാരത്തിലുണ്ട്. മറയൂർ ശർക്കരയ്ക്കാണെങ്കിൽ വലിയ വിലയുണ്ട്. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന അച്ച് ശർക്കരയ്ക്കാണെങ്കിൽ 87 രൂപ, പഞ്ചസാര 35, വെളിച്ചെണ്ണ 339 രൂപയേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സബ്സിഡി ഉള്ളതുകൊണ്ട് വില കുറവാണ്, 339 രൂപ. പായസത്തിൻ്റെ കിറ്റ് 68. പപ്പടം ഇവിടെ ഇല്ല. പിന്നെ പാക്കിംഗ് ചാർജ് ഒരെണ്ണത്തിന് 2 രൂപ വെച്ചും കണക്കാക്കേണ്ട. അങ്ങനെ 981.50 അതിൻ്റെ കൂടെ പാക്കിംഗ് ചാർജ് ഉൾപ്പെടെ കൂട്ടുമ്പോഴും 1000-അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടുക. എന്നിരുന്നാൽ പോലും പൊതുവിപണിയേക്കാൾ വിലക്കുറവാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സാധാരണക്കാർക്ക് എന്തുകൊണ്ട് സപ്ലൈകോയുടെ ഈ സ്റ്റോറുകൾ ഓണക്കാലത്ത് ആശ്വാസമാകുന്നു, ആശ്രയമാകുന്നു എന്നുള്ളത് ഈ ഒരു വില വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. സപ്ലൈകോയുടെ പോലെ തന്നെ സാധാരണക്കാർക്ക് ഓണക്കാലത്ത് സബ്സിഡി നിരക്കിൽ അവശ്യ സാധനങ്ങൾ നൽകുകയാണ് കൺസ്യൂമർ ഫെഡും. നമ്മൾ മലപ്പുറത്തെ കൺസ്യൂമർ ഫെഡിൻ്റെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലാണ് ഉള്ളത്. നമുക്ക് ഇവിടെയും ഈ ഒരു പട്ടിക പ്രകാരം ഉള്ള സാധനങ്ങൾക്ക് എത്ര രൂപയാവും നോക്കുക. അനുപേട്ടാ, ഇതിലുള്ള സാധനങ്ങൾ നോക്കിയിട്ട് എത്ര രൂപ? അരി നമ്മൾ ഇപ്പോൾ കുറുവ മട്ട മാർക്കറ്റിൽ മട്ടയ്ക്ക് ഇപ്പോൾ 55 രൂപ ഉണ്ട്. നമ്മളിപ്പോൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത് 33 രൂപ. കുറുവയ്ക്കാണ് 1 കിലോ. കുറുവയും അതേ റേറ്റാണ്. അതും മാർക്കറ്റിൽ 44 രൂപ ഉണ്ട്. അത് 33 രൂപ. 33 രൂപ.
പിന്നെ പഞ്ചസാര 46 റുപ്യ മാർക്കറ്റ് വില ഉണ്ട്. നമ്മൾ സബ്സിഡി കൊടുക്കുന്നത് 34,65. 4 രൂപ. റേഷൻ കാർഡ് വേണ്ടി വരും അല്ലേ? കാർഡ് വേണം. കാർഡ് ഇല്ലെങ്കിൽ അപ്പോൾ പുതിയ ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് നമ്പർ വാങ്ങുന്നുണ്ട്. കാരണം നമ്പർ അടിച്ചു കൊടുത്താലും നമുക്ക് അറിയാൻ കഴിയും. ഇതാണ് കൺസ്യൂമർ ഫെഡിൻ്റെ നമ്മൾ കൊടുത്ത പട്ടിക പ്രകാരമുള്ള ഒരു വില വിവരം. 1035 രൂപ. ഏകദേശം സപ്ലൈകോയും കൺസ്യൂമർ ഫെഡ് ഒരുപോലെ തന്നെയാണ്. സപ്ലൈകോയിൽ പപ്പടം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. മാത്രമല്ല പാക്കിംഗ് ചാർജും കുറച്ച് 10-16 രൂപയുണ്ട്. 1035 രൂപയാണ് കൺസ്യൂമറിൽ. അപ്പോൾ എന്താണെങ്കിലും പൊതുവിപണിയിൽ ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡും സപ്ലൈകോയും സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അത് ഈ നമ്മൾ തിരഞ്ഞെടുത്ത സാധനങ്ങളുടെ വില താരതമ്യം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഇനി ഇതിൽ ഉൾപ്പെടാത്ത ഒരുപാട് സാധനങ്ങൾ ഈ സബ്സിഡിയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ മുളക് വരുന്നുണ്ട്, അതേപോലെ കടല വരുന്നുണ്ട്, ചെറുപയർ വരുന്നുണ്ട്. അങ്ങനെയുള്ള അവശ്യ സാധനങ്ങൾ കൂടി സബ്സിഡിയിൽ പെടുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് സർക്കാർ സംവിധാനങ്ങളിലെ അതുവഴിയുള്ള ഈ ഒരു സാധനങ്ങൾ വാങ്ങുന്നത് വലിയ ആശ്വാസം തന്നെയായിരിക്കും ഈ ഓണക്കാലത്തുണ്ടാവുക എന്ന് കണക്കുകൾ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഓണക്കാലത്ത് സബ്സിഡി ഐറ്റങ്ങൾ ഇപ്പോൾ സപ്ലൈകോയിലും ത്രിവേണിയിലുമെല്ലാം സുലഭമാണ് എന്നാണ് മലപ്പുറത്ത് നിന്നുള്ള CV അനുമോദിൻ്റെ റിപ്പോർട്ട്. അതായത് ആ സബ്സിഡി ഐറ്റങ്ങൾക്ക് സബ്സിഡി കൂടി ലഭിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുന്നു എന്നാണ് കണക്കുകൾ സഹിതം അനുമോദ് പറയുന്നത്.